Me, this is Amala Charles from IELTS Mavelikara. As usual, speaking related കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ലൈവ് സെഷനുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇന്നത്തെ ലൈവ് സെഷനിലും നമ്മൾ എൻവയോൺമെൻറ്റ് എന്നൊരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് അടുത്തിടെയായിട്ട് മക്കാറിൽ പ്രത്യേകിച്ച് പാർട്ട് 2-ൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് എൻവയോൺമെൻറ്റ്. And whenever you get a question on environment, these words will really help you to get a good score in IELTS speaking. And അങ്ങനത്തെ ആ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് സ്കോർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ നന്നായിട്ട് സ്പീക്കിംഗ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ബിഫോർ വി സ്റ്റാർട്ട്, ഐ തിങ്ക് വി ക്യാൻ വെയിറ്റ് ഫോർ 2-3 minutes for our friends to join. Okay, I think we can start now. ആൻഡ് എൻവയോൺമെൻറ്റ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റലിസ്റ്റ് എന്നൊരു വേർഡാണ്. എൻവയോൺമെൻറ്റലിസ്റ്റ് ഇസ് എ പേഴ്സൺ ഹു ചൂസസ് എ ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഇസ് ഡിസൈൻ ടു മിനിമൈസ് ദെയർ ഇമ്പാക്ട് ഓൺ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഹൂസ് ക്യാമ്പെയിൻസ് ഫോർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അതായത് എൻവയോൺമെൻറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉതകുന്ന രീതിയിൽ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുകയും എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ ക്യാമ്പയിൻസൊക്കെ കണ്ടക്ട് ഒക്കെ ചെയ്യുന്ന ഒരാളെയാണെങ്കിൽ എപ്പോഴും പരിസ്ഥിതിയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് എൻവയോൺമെൻറ്റലിസ്റ്റ്. ആൻഡ് എൻവയോൺമെൻറ്റലിസ്റ്റ് ഇസ് എ പേഴ്സൺ ഹു ചൂസസ് എ ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഇസ് ഡിസൈൻ ടു മിനിമൈസ് ദെയർ ഇമ്പാക്ട് ഓൺ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഹു ക്യാമ്പെയിൻസ് ഫോർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും അല്ലെങ്കിൽ അതിനെതിരെ ക്യാമ്പയിൻസൊക്കെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെയാണ് എൻവയോൺമെൻറ്റലിസ്റ്റ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് ആൻ എക്സാമ്പിൾ ഹിയർ. പ്ലാൻസ് ടു ബിൽഡ് എ ന്യൂ റോഡ് അലോങ്സൈഡ് ദ ലേക്ക് ഡ്രൂ ഫേസ് ഓപ്പോസിഷൻസ് ഫ്രം എൻവയോൺമെൻറ്റലിസ്റ്റ്. പാരിസ്ഥിതികവാദികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വേർഡ് നമ്മൾ സ്പീക്കിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദെൻ വി ഹാവ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി, നോട്ട് ഹാംഫുൾ ടു ദ എൻവയോൺമെൻറ്റ്. നമ്മൾ കുറച്ചും കൂടി ഈ ഒരു മീനിങ്ങിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളതായിരിക്കും. ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു വേർഡ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു മീനിങ്ങിനോട് ചേർത്ത് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി. മീൻസ് നോട്ട് ഹാംഫുൾ ടു ദ എൻവയോൺമെൻറ്റ്. ഒരിക്കലും എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ബാധിക്കാത്ത രീതിയിലുള്ളൊരു പ്രോഡക്റ്റിനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി. Okay, we have an example here. There are many environmentally friendly cleaning products on the market that don't contain chemicals that damage the environment. And we have another example here, we have another word here, that is environmental hazard. A substance or an event which has the potential to threaten the surrounding natural environment. Environmental hazard means a substance or an event, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റ് വിച്ച് ഹാസ് പൊട്ടൻഷ്യൽ ടു ത്രെറ്റൻ ദ സറൗണ്ടിങ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നമ്മൾക്ക് ചുറ്റുമുള്ള നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ള രീതിയിൽ ഉള്ള ഏതെങ്കിലും ഒരു ഈവൻറ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഹസാർഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ നമ്മൾ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹാവ് എൻവയോൺമെൻറ്റലിസ്റ്റ്, a person who chooses a lifestyle that is designed to minimize their impact on natural environment and who campaigns for environmental issues. Then we have environmentally friendly, not harmful to the environment. Then we have environmental hazard. Environmental hazard എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് a substance or an event which has the potential to threaten the surrounding natural environment. നമുക്ക് ചുറ്റുമുള്ള ആ ഒരു എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഈവൻറ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെയോ ആണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഹസാർഡ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Then we have environmental disaster, a catastrophic even affecting the environment due to human activity. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഡിഫോറസ്റ്റേഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു വേർഡാണ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ. എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് രീതിയിലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്ന രീതിയിലുള്ളൊരു വേർഡാണ്. എ കാറ്റാസ്ട്രോഫിക്
ഇവൻറ്റ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ തൽഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിലേക്ക് ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു വേർഡ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ മീൻസ് എ കാറ്റാസ്ട്രോഫിക് ഈവൻറ്റ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ തൽഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എൻവയോൺമെൻറ്റിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ എന്നൊരു വേർഡ് നമ്മുടെ സ്പീക്കിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് വി ഹാവ് ആൻ എക്സാമ്പിൾ ഹിയർ. വെൻ ദ ഓയിൽ ടാങ്കർ ran aground, it caused an environmental disaster from which took the local wildlife many years to recover. അതായത് ഓയിൽ ടാങ്കർ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാരണമുണ്ടായ ഒരു പ്രശ്നത്തെ പറ്റിയാണ് നമ്മൾ എക്സാമ്പിളിൽ ഇവിടെ ഉള്ളത്. ആൻഡ് വി നോ അതൊരു ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾക്ക് ചുറ്റും ഉണ്ടായ എൻവയോൺമെൻറ്റിന് ഉണ്ടായ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഈ ഒരു ഇഷ്യൂവിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്ററാണ്. Then we have conservation. Conservation means the protection of plants, animals and natural resources, usually by planned human action. Conservation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷണമാണ്. ദ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും നാച്ചുറൽ റിസോഴ്സിൻ്റെയും ആ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. പക്ഷേ അത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, അത് ഹ്യൂമൻ ആക്ഷൻ, അതായത് മനുഷ്യർ തന്നെ ഇത് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആ ഒരു കൺസർവേഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺസർവേഷൻ എന്നൊരു വേർഡ് കൊണ്ട് നമ്മളുടെ സ്പീക്കിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, we have environmental disaster and conservation. Then we have conservationalist, a person who takes action to protect the environment from damage caused by humans. അതായത് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അത് ഹ്യൂമൻ്റെ ആക്ടിവിറ്റി കാരണം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻവയോൺമെൻറ്റലിസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു വേർഡാണ് കൺസർവേഷനിസ്റ്റ്. എ പേഴ്സൺ ഹൂ ടേക്സ് ആക്ഷൻ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ഹ്യൂമൻസ്. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ തൽഫലമായിട്ടുള്ള ഇഷ്യൂസിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ആളെ പറ്റിയാണ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ദിസ് വേർഡ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദാറ്റ് ഈസ് conservationist, a person who takes action to protect the environment from damage caused by humans. And we have an example here. Conservationists are working hard to protect the breeding grounds of sea. So അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് വി ഹാവ് കൺസർവേഷനിസ്റ്റ്. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കൺസർവേഷൻ പ്രോഗ്രാമാണ്. കൺസർവേഷൻ പ്രോഗ്രാം മീൻസ് അൻ ഓർഗനൈസ്ഡ് പ്ലാൻ ടു പ്രൊട്ടക്ട് എ സ്പെസിഫിക് നാച്ചുറൽ ഏരിയ ഓർ ആസ്പെക്ട് ഓഫ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. കൺസർവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻ ഓർഗനൈസ്ഡ് പ്ലാൻ ടു പ്രൊട്ടക്ട് എ സ്പെസിഫിക് നേച്ചർ ഏരിയ ഓർ ആസ്പെക്ട് ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതായത് നാച്ചുറൽ എൻവയോൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയോ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പക്ക പ്ലാനിനെയാണ് കൺസർവേഷൻ പ്രോഗ്രാം എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻ ഓർഗനൈസ്ഡ് പ്ലാൻ, അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ളതൊക്കെ കൃത്യമായ ധാരണയുള്ള, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുക എന്നുള്ള വ്യക്തമായ ധാരണയില്ല, നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരിക്കും. ദാറ്റ് ഈസ് കൺസർവേഷൻ പ്രോഗ്രാം ടു സ്പെസിഫിക് നാച്ചുറൽ ഏരിയ ഓർ ആസ്പെക്ട് ഓഫ് ദി ഓഫ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഓർഗനൈസ്ഡ് പ്ലാനിനെയാണ്, അതിനെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് കൺസർവേഷൻ പ്രോഗ്രാം ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. Next year, I am planning to volunteer on a conservation program in Spain which researches dolphins. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ദെൻ വി ഹാവ് എൻഡാഞ്ചേർഡ് സ്പീഷീസ്. എൻഡാഞ്ചേർഡ് സ്പീഷീസ് എന്നൊരു വേർഡാണ് നമുക്കിവിടെ ഉള്ളത്. എ സ്പീഷീസ് ദാറ്റ് ഈസ് ഇൻ സീരിയസ് ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു സ്പീഷീസിനെ പറ്റി പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാവുന്നൊരു വേർഡാണ് endangered species. Endangered species എന്നൊരു വേർഡിൻ്റെ മീനിങ് എ സ്പീഷീസ് ദാറ്റ് ഇൻ സീരിയസ് ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ. അതായത് എക്സ്റ്റിങ്ഷൻ
ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര സീരിയസ് ആയിട്ട് ലൈഫ് ഡേഞ്ചറിലായിരിക്കുന്ന ഒരു സ്പീഷീസിനെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് this word endangered species in your IELTS speaking. Then we have threatened species, a species that is likely to become endangered in the near future. അതായത് എൻഡാഞ്ചേർഡ് സ്പീഷീസ് എന്ന് കുറച്ച് മുമ്പുള്ളൊരു വേർഡ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് എക്സ്റ്റെൻഷൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആ ഒരു സ്പീഷീസിനെയാണ് നമ്മൾ എൻഡാഞ്ചേർഡ് സ്പീഷീസ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ത്രെറ്റൻഡ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്പീഷീസ് ദാറ്റ് likely to become endangered ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതായത് നിലവിൽ കാര്യമായ പ്രശ്നങ്ങളല്ല, പക്ഷേ വരുന്ന കുറച്ച് നാളുകൾക്കുണ്ട് അല്ലെങ്കിൽ വരുന്ന ഫ്യൂച്ചർ ഇയേഴ്സിൽ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ പാകത്തിന് എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് ത്രെറ്റൻഡ് സ്പീഷീസ് ഇൻ യുവർ സ്പീക്കിംഗ്. ആൻഡ് എ സ്പീഷീസ് ദാറ്റ് ഈസ് ലൈക്ലി ടു ബിക്കം എൻഡാഞ്ചേർഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിൽ അത് കാര്യമായ അതായത് വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള കുറച്ച് സ്പീഷീസിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് ത്രെറ്റൻഡ് സ്പീഷീസ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദെൻ വി ഹാവ് റെയർ സ്പീഷീസ്, an uncommon or scarce species. അതായത് ചില സമയത്ത് ന്യൂസിലൊക്കെ നമ്മൾ ചിലപ്പോൾ റിപ്പോർട്ട് കാണാറുണ്ട്, വളരെ കാണാൻ അധികം സാധ്യതയില്ലാത്ത ഏതെങ്കിലും ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമലിനോ നമ്മളുടെ ഏരിയയിലൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് ന്യൂസിലൊക്കെ അത് വരാറുണ്ട്. അതേപോലെ തന്നെ റെയർ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അൺകോമൺ തിങ്. അതായത് സാധാരണയായിട്ട് ഒരു എൻവയോൺമെൻറ്റിലോ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലോ ഒന്നും കാണാൻ സാധ്യതയില്ലാത്തൊരു പ്ലാന്റിനെയോ ഒരു ആനിമലിനെയോ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു വേർഡാണ് റെയർ സ്പീഷീസ്. ആൻഡ് അങ്ങനെ മാത്രമല്ല, അധികം നമ്പറിലില്ലാത്ത അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു പ്ലാന്റിനെ പറ്റിയോ ഒരു ആനിമലിനെ പറ്റിയോ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് റെയർ സ്പീഷീസ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. Okay, then we have protected species, a species which is forbidden to harm by law. അതായത് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന സ്പീഷീസിനെയാണ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്പീഷീസിനെ അറ്റാക്ക് ചെയ്യുന്നത് ബൈ ലോ കുറ്റകരമാണ്. നമ്മൾ എന്തെങ്കിലും ഈ ഒരു സ്പീഷീസിന് പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പീഷീസിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ നമ്മളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണെന്നുള്ള രീതിയിൽ ബൈ ലോ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്, എ സ്പീഷീസ് ഓഫ് വിച്ച് ദെയർ ആർ നോ മോർ അലൈവ്. അതായത് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട സ്പീഷീസിനെ പറ്റിയോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട് എന്ന് നിങ്ങളുടെ സ്പീക്കിങ്ങിലൂടെ നിങ്ങൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി you can include this word extinct species in your IELTS speaking, and the word means a species of which there are no more alive. Then we have delicately balanced ecosystem. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് നമുക്ക് അടുത്ത എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു വേർഡ് നമുക്കുള്ളത്. ഡെലിക്കേറ്റ്ലി ബാലൻസ്ഡ് ഇക്കോസിസ്റ്റം മീൻസ് ആൻ ഇക്കോസിസ്റ്റം വെയർ ദ ലോസ് ഓഫ് എ കീ സ്പീഷീസ് ഓർ സെവറൽ സിഗ്നിഫിക്കൻറ്റ് സ്പീഷീസ് ക്യാൻ സീരിയസ്ലി അഫക്റ്റ് ഇറ്റ്. അതായത് നിലവിൽ ഒരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. അതായത് ആ ഒരു ഇക്കോസിസ്റ്റത്തിലെ ഓരോ ചെറിയ പ്ലാന്റും ചെറിയ ആനിമലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെയോ ആനിമലിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു എണ്ണം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒരു നിലവിലൊരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഡെലിക്കേറ്റ്ലി ബാലൻസ്ഡ് ഇക്കോസിസ്റ്റം ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻ ഇക്കോസിസ്റ്റം വെയർ ദ ലോസ് ഓഫ് എ കീ സ്പീഷീസ് ഓർ സെവറൽ സിഗ്നിഫിക്കൻറ്റ് സ്പീഷീസ് ക്യാൻ സീരിയസ്ലി അഫക്റ്റ്. ആ ഒരു ഇക്കോസിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു കീ സ്പീഷീസോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒന്നോ അതിലധികമോ സ്പീഷീസിൻ്റെ ഇല്ലായ്മ ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോസിസ്റ്റത്തെ തന്നെയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ദിസ് വേർഡ് ഡെലിക്കേറ്റ്ലി ബാലൻസ്ഡ് ഇക്കോസിസ്റ്റം ഇൻ യുവർ IELTS സ്പീക്കിംഗ്. Then we have fragile ecosystem, an ecosystem that does not adapt easily to change and is easily destroyed by human or physical impact. അതായത് ഫ്രജൈൽ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സ്ട്രോങ് അല്ലാത്ത ഒരു ഇക്കോസിസ്റ്റമാണ്. അതായത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക്
സ്പീക്കിങ്ങിലേക്ക് പെട്ടെന്ന് എടുത്തു വയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഹ്യൂമൻ ഇമ്പാക്റ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹ്യൂമൻ്റെ ഒരു ഇടപെടൽ മൂലം വളരെ പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുള്ളൊരു ഇക്കോസിസ്റ്റത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് ഫ്രജൈൽ ഇക്കോസിസ്റ്റം ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് ഈ ഒരു ഫ്രജൈൽ ഇക്കോസിസ്റ്റം എന്നുള്ളൊരു വേർഡിൻ്റെ മീനിങ് ആൻ ഇക്കോസിസ്റ്റം ദാറ്റ് ഡസ് നോട്ട് അഡാപ്റ്റ് ഈസിലി to change and it's easily destroyed by human or physical impact. അതായത് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്നുള്ളതാണ് കേട്ടോ. ആൻ ഇക്കോസിസ്റ്റം ദാറ്റ് ഡസ് നോട്ട് അഡാപ്റ്റ് ഈസിലി ടു ചേഞ്ച്, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലാത്ത, അതായത് പെട്ടെന്നൊരു അഡാപ്റ്റേഷനിലേക്ക് വരില്ല. ആൻഡ് ഇറ്റ് ഈസ് ഈസിലി ടു ഡിസ്ട്രോയ്ഡ് ബൈ ഹ്യൂമൻ ഓർ ഫിസിക്കൽ ഇമ്പാക്റ്റ്. ഓക്കെ, ദെൻ വി ഹാവ് ത്രൈവ്. ത്രൈവ് എന്നൊരു വേർഡാണ് നമുക്കിവിടെ ഉള്ളത്. ടു ഗ്രോ ആൻഡ് ഡെവലപ്പ് വെൽ ഓർ ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് വളരുകയും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവുകയും ചെയ്യുന്നൊരു പ്ലാന്റിനെ പറ്റിയോ സ്പീഷീസിനെ പറ്റിയൊക്കെ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നൊരു വേർഡാണ് ത്രൈവ്. ദ വേർഡ് ത്രൈവ് മീൻസ് to grow and develop well or quickly. And we have an example here. The leopard seal is well adapted to the cold and thrives in the fish-rich waters of the Arctic. അങ്ങനൊരു വേർഡാണ് നമുക്കിവിടെ ഉള്ളത്. പെട്ടെന്ന് വളരുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും ചെയ്യുന്നൊരു സ്പീഷീസോ പ്ലാന്റിനെ പറ്റിയൊക്കെയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് ത്രൈവ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദെൻ വി ഹാവ് മറൈൻ. മറൈൻ എന്നുള്ളൊരു വേർഡ് നമ്മൾ വളരെ കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. ഇതിന് മുമ്പും നമ്മൾ സീ റിലേറ്റഡ് വേർഡ്സിന് നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നൊരു വേർഡാണ് മറൈൻ. ദാറ്റ് മീൻസ് റിലേറ്റഡ് ടു ഓർ ഫൗണ്ട് ഇൻ ദ സീ, അതായത് സീ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വേർഡോ അല്ലെങ്കിൽ സീയിൽ നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തിനെങ്കിലും പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് മറൈൻ ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദെൻ വി ഹാവ് നോക്ടേണൽ, ആക്റ്റീവ് അറ്റ് നൈറ്റ്. അതായത് നൈറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പീഷീസോ ഏതെങ്കിലും ഒരു പ്ലാന്റോ ആനിമലോ ഒക്കെയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല വേർഡാണ് നോക്ടേണൽ. ദാറ്റ് ഈസ് ആക്റ്റീവ് അറ്റ് നൈറ്റ്. Almost all species of bats are nocturnal, preferring to hunt or search for food at night rather than during the day. അതായത് നമ്മൾ നോക്ടേണൽ നൈറ്റിൽ ആക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റിനെ പറ്റി ഒരു ആനിമലിനെ പറ്റി പറയുന്ന സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു നമുക്കൊരു ആനിമലാണ് ബാറ്റ്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ റിലേറ്റഡ് ടു ബാറ്റ്. ഓക്കെ, ആൻഡ് next word is migrate. Migrate means to move from one region or habitat to another, usually when the season changes. And കാലാവസ്ഥ മാറി വരുന്ന സമയത്ത് ചില പ്ലാന്റ്സിനും ആനിമൽസിലും ഒക്കെ ചില പ്രത്യേക കാലാവസ്ഥകളിലോ അല്ലെങ്കിൽ ടെമ്പറേച്ചറിലോ മാത്രം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. ആൻഡ് അങ്ങനെയുള്ളവർ സീസൺ മാറി വരുന്ന സമയത്ത് ഒരു ഹാബിറ്റാറ്റിൽ നിന്നോ ഒരു റീജിയനിൽ നിന്നോ മറ്റൊരു റീജിയനിലേക്കോ ഹാബിറ്റാറ്റിലേക്കോ മൂവ് ചെയ്യാനുള്ള സാധ്യതയല്ല, അങ്ങനെ ചെയ്യാറുണ്ട്. ആൻഡ് അങ്ങനെ ചെയ്യുന്നൊരു പ്രോസസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിൽ മൂവ് ചെയ്യുന്നൊരു പ്ലാന്റിനെ പറ്റിയോ ഒരു ആനിമലിനെ പറ്റിയോ ബേർഡിനെ പറ്റിയോ ആണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് മൈഗ്രേറ്റ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് വി ഹാവ് ആൻ എക്സാമ്പിൾ ഹിയർ. മെനി ബേർഡ്സ് മൈഗ്രേറ്റ് സൗത്ത് ടു വാർമർ ക്ലൈമറ്റ്സ് ഇൻ ദ വിന്റർ. ആൻഡ് next word is dying out, to become increasingly less common, almost to the point of extinction. അതായത് എണ്ണത്തിൽ വളരെയധികം കുറവ് വരുന്ന, അതായത് എക്സ്റ്റിങ്ഷൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു പ്ലാന്റിനെ പറ്റിയോ ആനിമലിനെ പറ്റിയൊക്കെ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു വേർഡാണ് ഡൈയിങ് ഔട്ട്. ഡൈയിങ് ഔട്ട് മീൻസ് ടു ബിക്കം ഇൻക്രീസിംഗ്ലി ലെസ് കോമൺ, ഓൾമോസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതായത് ഭയങ്കര കോമൺ ആയിട്ടുള്ളത് കാണുന്നത് അല്ലെങ്കിൽ എണ്ണത്തിൽ വളരെയധികം കുറവ് വരുന്ന രീതിയിലുള്ളൊരു ഒട്ടും കാണാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ എണ്ണത്തിൽ വളരെയധികം കുറഞ്ഞു പോയൊരു ആനിമലിനെ പറ്റിയോ പ്ലാന്റിനെ പറ്റിയോ ബേർഡിനെ പറ്റിയൊക്കെയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു വേർഡാണ് ഡൈയിങ് ഔട്ട്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ടൈഗേഴ്സ് ആർ ഇൻ സീരിയസ് ഡേഞ്ചർ ഓഫ് ഡൈയിങ് ഔട്ട് ഇൻ ദ വൈൽഡ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷനിൽ നമ്മൾ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി നോക്കാം. Our first word is environmentalist. Environmentalist is a person who chooses a lifestyle that is designed to minimize their impact on the natural environment and who campaigns for environmental issues. അതായത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെതിരെ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് അനുസൃതമായിട്ടൊരു ജീവിത രീതി കൊണ്ടു നടക്കുന്ന ഒരാളെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു വേർഡാണ് എൻവയോൺമെൻറ്റലിസ്റ്റ്. ദെൻ വി ഹാവ് എൻവയോൺമെൻറ്റലി ഫ്രണ്ട്ലി, നോട്ട് ഹാംഫുൾ ടു എൻവയോൺമെൻറ്റിന് പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ളൊരു പരിസ്ഥിതിയോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ
പറ്റിയൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ പറ്റിയാണ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദെൻ വി ഹാവ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്. എൻവയോൺമെൻറ്റൽ ഹസാർഡ് എന്നൊരു വേർഡാണ് നമുക്കിവിടെ ഉള്ളത്. എ സബ്സ്റ്റൻസ് ഓർ ആൻ ഈവൻ വിച്ച് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ത്രെറ്റൻ ദ സറൗണ്ടിങ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. Then we have environmental disaster, a catastrophic event affecting the environment due to human activity. Okay, then we have conservation, the protection of plants, animals and natural resources, usually by planned human action. Then we have conservationist, a person who takes action to protect the environment from damage caused by humans. അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് കൺസർവേഷൻ പ്രോഗ്രാം ആണ്. ദാറ്റ് മീൻസ് അൺ ഓർഗനൈസ്ഡ് പ്ലാൻ ടു പ്രൊട്ടക്ട് എ സ്പെസിഫിക് നാച്ചുറൽ ഏരിയ ഓർ റെസ്പെക്ട് ഓഫ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അടുത്തൊരു വേർഡ് എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആണ്. എ സ്പീഷീസ് ദാറ്റ് ഈസ് ഇൻ സീരിയസ് ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ. ആൻഡ് വി ഹാവ് ത്രെറ്റൻഡ് സ്പീഷീസ്, എ സ്പീഷീസ് ദാറ്റ് ഈസ് ലൈക്ലി ടു ബിക്കം എൻഡാഞ്ചേർഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. Then we have rare species, which means an uncommon or scarce species. Then we have protected species, a species which it is forbidden from harm by law. Then we have extinct species, a species of which there are no more alive. അടുത്തൊരു വേർഡ് നമുക്ക് ഇവിടെ ഉള്ളത് ഡെലിക്കേറ്റ്ലി ബാലൻസ്ഡ് ഇക്കോസിസ്റ്റം, ആൻ ഇക്കോസിസ്റ്റം വെയർ ദ ലോസ് ഓഫ് എ കീ സ്പീഷീസ് ഓർ സെവറൽ സിഗ്നിഫിക്കൻറ്റ് സ്പീഷീസ് ക്യാൻ സീരിയസ്ലി അഫക്റ്റ് ഇറ്റ്. ദെൻ വി ഹാവ് ഫ്രൈജൈൽ ഇക്കോസിസ്റ്റം, ആൻ ഇക്കോസിസ്റ്റം ദാറ്റ് ഡസ് നോട്ട് അഡാപ്റ്റ് ഈസിലി ടു ചേഞ്ച് ആൻഡ് ഈസ് ഈസിലി ഡിസ്ട്രോയ്ഡ് ബൈ ഹ്യൂമൻ ഓർ ഫിസിക്കൽ ഇമ്പാക്റ്റ്. And then we have thrive. Thrive means to grow and develop well or quickly. Then we have marine, related to or found in the sea. Then we have nocturnal, active at night. Migrate എന്നൊരു വേർഡാണ്. ടു മൂവ് ഫ്രം വൺ റീജിയൻ ടു ഓർ ഹാബിറ്റാറ്റ് ടു അനദർ, യൂഷ്വലി വെൻ ദ സീസൺ ചേഞ്ചസ്. ദെൻ വി ഹാവ് അനദർ വേർഡ് ഡൈയിങ് ഔട്ട്, ടു ബിക്കം ഇൻക്രീസിംഗ്ലി ലെസ് ഇൻ കോമൺ, ഓൾമോസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. സോ എൻവയോൺമെൻറ്റ് എന്നൊരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈവിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമുക്കിന്ന് ഉണ്ടായിരുന്നത്. ആൻഡ് വി വിൽ കണ്ടിന്യൂ ഡിസ്കസിങ് ഓൾ ദീസ് വേർഡ്സ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് ഇൻ അവർ നെക്സ്റ്റ് പാർട്ട്. ആൻഡ് ഐ ഹോപ്പ് ഓൾ ദീസ് വേർഡ്സ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഇൻ ദിസ് ലൈവ് സെഷൻ വിൽ റിയലി ഹെൽപ്പ് യു ഇൻ യുവർ IELTS സ്പീക്കിംഗ് സെഷൻ. ആൻഡ് നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് എന്നൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് വേർഡ്സാണ് നമ്മളിപ്പം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഓൾ ദീസ് വേർഡ്സ് വിൽ റിയലി ഹെൽപ്പ് യു. നിങ്ങൾക്ക് ഈ ഒരു എൻവയോൺമെൻറ്റ് എന്നൊരു ടോപ്പിക്ക് സ്പീക്കിംഗ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വേർഡ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈവിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ബാക്കി വേർഡ്സ് നമ്മൾ വരുന്ന ലൈവ് സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ലൈവ് സെഷൻ എന്നുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.